ഹലോ, നമ്മളപ്പം നമ്മുടെ അഞ്ചാമത്തെ അല്ലേ? 1 2 3 4 5 ഓക്കെ, അഞ്ചാമത്തെ പാർട്ടായിട്ടുള്ള അറേസ്. മെയിനായിട്ട് നമ്മൾ പഠിക്കുന്ന അറേസാണ്. ഓക്കെ, അറേസിനകത്ത് രണ്ട് ടൈപ്പ് അറേസ് ഉണ്ട്. 1 ഡയമെൻഷണൽ അറേ ഉണ്ട്, 2 ഡയമെൻഷണൽ അറേ ഉണ്ട്. ഇത് രണ്ടും നമുക്കൊന്ന് ക്വിക്കായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് പോകാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യമേ ചെറിയൊരു ഡെഫിനേഷൻ പോലത്തെ ഒരു പരിപാടി കാണിക്കാം. ഇല്ലല്ലോ. ഓക്കെ, അറേസ് എന്ന് വെച്ചാൽ അറേ ഈസ് എ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് സെയിം ഡേറ്റ ടൈപ്പ്. ഓക്കെ, ദറ്റ് മീൻസ് സെയിം ഡേറ്റ ടൈപ്പിലുള്ള ഡേറ്റാസിൻ്റെ ഒരു കളക്ഷനാണെന്നുള്ളത്. ഓക്കെ, അതാണ് അറേ എന്ന് പറയുന്നത്. പിന്നെ ഫീച്ചേഴ്സ്: സ്റ്റോർഡ് ഇൻ കണ്ടിന്യൂസ് മെമ്മറി, ഇൻഡെക്സ് സ്റ്റാർട്ട് ഫ്രം 0. ഓക്കെ, അതായത് സ്റ്റോർ ചെയ്തേക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മെമ്മറിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിച്ചടുപ്പിച്ചുള്ള മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. മെമ്മറി എന്ന് വിചാരിക്കുന്നത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടല്ലോ, അവിടെ അടുപ്പിച്ചടുപ്പിച്ച് സ്റ്റോർ ചെയ്യുന്നുള്ളതാണ്. ഇപ്പം 1000 എന്നുള്ളതിൻ്റെ 1000 എന്നുള്ളതാണ് ഇപ്പം മെമ്മറി അഡ്രസ്സ് എന്നുണ്ടെങ്കിൽ 1001 അതിനടുത്ത് അലോക്കേറ്റ് ചെയ്യും. പിന്നെ അടുത്ത വരുന്ന 1002 1003 അങ്ങനെ തന്നെ പോകും. പിന്നെ സെക്കൻഡ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്ന ഇൻഡെക്സ് സ്റ്റാർട്ട്സ് ഫ്രം 0. അതായത് അറേയിലെ ഫസ്റ്റ് എലമെൻ്റ് ഇരിക്കുന്ന പൊസിഷൻ 0 ആയിരിക്കും. ഓക്കെ, ഇൻഡെക്സ് ചെയ്തിരിക്കുന്നത് 0 ആയിരിക്കും. അതായത് ഇതാണ് ഇപ്പോൾ ഒരു അറേന്ന് ഗസ് ചെയ്യുക. ഓക്കെ, ഈ അറേയിൽ ഈ ഒരു പൊസിഷൻ കണ്ടോ, ഫസ്റ്റ് പൊസിഷൻ മൗസ് പോയിൻ്റർ അല്ലെങ്കിൽ ഡ്രോ ചെയ്യാനുള്ളതൊന്നും നോക്കട്ടെ. എന്തെങ്കിലും വരയ്ക്കാനുള്ളൊരു സാധനം കിട്ടിയിരുന്നെങ്കിൽ ഒപ്പിക്കാനായിട്ട് ഞാനത് കാണിച്ചു തരാവേ. ഇതൊന്ന് സൈഡിലേക്ക് വെക്കാം. എന്നിട്ട് വരയ്ക്കാനൊന്നും ഒരു സാധനം ഇല്ല. ഓക്കെ, മാർക്കപ്പ് കിട്ടി. ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ട് തിക്നെസ് ഒന്ന് വെച്ച് ഇത്ര വേണ്ട, ഒന്ന് മതി. ഐ തിങ്ക് ഫ്രീ ഹാൻഡ് പോയിൻ്റർ ഇട്ടിട്ട് കഴിഞ്ഞാൽ എങ്ങനെ പക്ക വെള്ളമായിപ്പോയി. അതൊന്ന് റബ്ബ് ചെയ്തോട്ടെ. ഓക്കെ, നമുക്ക് അതിനെ ഒന്ന് നോക്കാം. അപ്പം ഇതാണ് ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് എലമെൻ്റ് വരുന്നത്. ഇത് സെക്കൻഡ് എലമെൻ്റ്. ഇത് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോഴേ ഇത് തേർഡ് 1, ഇത് ഫോർത്ത് 1, ഇത് ഫിഫ്ത്ത് 1, ഇത് സിക്സ്ത് 1. ഇങ്ങനല്ലേ നോർമലി വരേണ്ടത്. ഫസ്റ്റിന്ന് 6th ആയിട്ട് നമ്മളത് എത്ര 6th അല്ല, ഇനി നമുക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അപ്പുറത്തോട്ടും പോകാം. ഇങ്ങനെ കുത്ത്. ഓക്കെ, ആൻഡ് നമ്മളിത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റൈറ്റിലോട്ട് എടുത്തേക്കുന്നത്. നമുക്കിത് ലെഫ്റ്റിലോട്ട് എടുത്താലും കുഴപ്പമില്ല, മേളിൽ താഴെ എടുത്താലും കുഴപ്പമില്ല, താഴെ നിന്ന് മേളിലോട്ട് എടുത്താലും കുഴപ്പമില്ല, എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. നമ്മളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം താഴെ നിന്ന് മേലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 0 ആൻഡ് മുകളിൽ n വരണം. ഓക്കെ, ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഇതെന്തുവാ, ഇപ്പം താഴോട്ടാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദിസ് ബ്രോ? ഇപ്പം താഴോട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ താഴോട്ടാണെന്നുണ്ടെങ്കിൽ മേളിൽ 0യും താഴെ n വരണം. ഓക്കെ, നോക്കട്ടെ എന്താ സംഭവം.
പിന്നുള്ളത് എന്തായിരുന്നു? ഓക്കെ, അപ്പം ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. 1 എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും നമ്മളെടുക്കുമ്പോൾ. ഓക്കെ, ഇനിയും 2 നമ്പറിൻ്റെണ്ണം കൊടുത്തെന്നിരിക്കട്ടെ. നമ്മളിപ്പം 2 നമ്പറിൻ്റെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ 2 നമ്പറിൻ്റെ ഒരു ഇൻപുട്ട് നമ്മൾ അറയിലോട്ട് അസൈൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആദ്യമേ ചെന്ന് കിടക്കുന്ന 0th പൊസിഷനിലോട്ടായിരിക്കും. അറയുടെ 0th പൊസിഷനിലോട്ടായിരിക്കും ചെന്നിട്ട് ആദ്യത്തെ വാല്യൂ എൻ്റർ ചെയ്യുന്നത്. രണ്ടാമത്തേത് എന്നിട്ട് സെക്കൻഡ് വാല്യൂയിലോട്ട് ചെന്ന് കയറും. ഇനി മൂന്നാമത്തേത് എന്നിട്ട് തേർഡിലോട്ട് ചെന്ന് കയറും. പക്ഷേ പൊസിഷനായിട്ട് നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നത് സെക്കൻഡിലോട്ടായിരിക്കും. ഓക്കെ, അപ്പം ഇതൊരു ബേസിക് ഐഡിയയാണ്. അപ്പം നിങ്ങളിതൊന്ന് നോക്കി വെക്കുക. ഈ ഒരു അറേ ഇൻഡെക്സിങ് എന്ന് പറയുന്നത് ഓക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ ലൂപ്പൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഫോർ ലൂപ്പിനകത്ത് ചെയ്യുന്നത് ഈ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, നമ്മൾ എവിടെ അറേ യൂസ് ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയാണ്, നമ്മൾ 0 തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന അറയിൽ. കോമൺ സെൻസ് യൂസ് ചെയ്യുക. ഓക്കെ, ഇത് ഇത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് ഇനിയും ഉള്ളതെന്ന് വെച്ചാൽ അറയിലെ ഫസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, അറേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു അറേ ഇൻറ്റീജർ ടൈപ്പ് അല്ലേ എല്ലാം. അപ്പം ഈ ഒരു അറേക്ക് നമുക്കിപ്പം ഈ അറേനെ ഞാനിപ്പം എ എന്ന് വിളിച്ചു. എ ഓഫ് നമ്മളിങ്ങനെയാണ് അറേ എഴുതുന്നത്. ഓക്കെ, അറേ ഇങ്ങനെ ബ്രാക്കറ്റിനകത്തേക്ക് ഇടുന്നത്. ഇവിടെ മൊത്തത്തിൽ 1 2 3 4 5 6 ഉണ്ട്. ഓക്കെ, 6 സ്റ്റോറേജിൻ്റെ അറയാണിത്. 6 സംഖ്യ കൊള്ളിക്കാവുന്നൊരു അറയായിട്ടാണ് നമ്മളിതിനെ ഇപ്പം ഇനീഷ്യലൈസ് ചെയ്ത്. എന്നിട്ട് നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വാല്യൂ ഈ അറയുടെ 0th പൊസിഷനിലോട്ട് അസൈൻ ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ ഈ അറയുടെ എ എന്ന് പറയുന്ന അറയുടെ 0th പൊസിഷനിലോട്ട് നമ്മൾ ആ 2നെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. സെക്കൻഡ് വാല്യൂ വരുമ്പം ഇവിടെ സ്റ്റോർ ചെയ്യുന്നു. തേർഡ് വാല്യൂ വരുമ്പം ഇവിടെ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പം ഇതിന് ഒരൊറ്റ കോമൺ നെയിമാണ്. അതായത് ഇവരെ വിളിക്കപ്പെടുന്നത് ഈ എ എന്ന് പറയുന്ന പേരിലായിരിക്കും. ഓക്കെ, അത് ഏകദേശം ക്ലിയർ ആയല്ലോ. ഇനിയും അറേ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? ഇൻറ്റിൻ്റെ അറേ ഉണ്ട്, ഇൻറ്റിൻ്റെ അറേ ആക്കാം, ഫ്ലോട്ടിൻ്റെ അറേ ആക്കാം. ഏതിൻ്റെ വേണേലും നമുക്ക് അറേ ഡെവലപ്പ് ചെയ്തെടുക്കാനാണ്. അത് പോസിബിളായിട്ടുള്ള സംഭവമാണ്. ഇനിയും ഉള്ളതെന്താ? ഇതിനകത്തൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും അറേ വരുന്നതെന്നുള്ളൊരു സങ്കല്പം മനസ്സിൽ വരിക. ഫുൾ ഇമാജിനേഷനാണ്. ഇനി അങ്ങോട്ട് മൊത്തം എന്താണ് നടക്കുന്നതെന്നുള്ളത് നമ്മുടെ തലച്ചോറിനകത്ത് ഇമാജിൻ ചെയ്തെടുക്കുക. ഓക്കെ, ഇമാജിൻ ചെയ്തെടുക്കുക, വേറെ വഴിയില്ല. അപ്പം ഇൻഡെക്സിങ്ങും മനസ്സിലായി. സ്റ്റോർ ചെയ്യുന്ന കണ്ടിന്യൂസ് മെമ്മറിയാണ്, അതായത് അടുപ്പിച്ചടുപ്പിച്ചാണ്. ഇൻഡെക്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങുന്നത് 0 തൊട്ടാണ്. ഓക്കെ, നിങ്ങളിത് രണ്ടും മാത്രം ആലോചിച്ചിരിക്കുക. ഇനിയും നെക്സ്റ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോഗ്രാം. ഓക്കെ, എങ്ങനെയാണ് അറേനെ ഡിക്ലെയർ ചെയ്യേണ്ടത്, എങ്ങനെയാണൊരു അറേനെ നമ്മൾ റീഡ് ചെയ്യുന്നത്, എങ്ങനെ ഒരു അറേനെ പ്രിൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു അറേ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് ARR1 എന്നുണ്ട്. ഓക്കെ, ഇത് 1 ഡൈമെൻഷണൽ അറേ ആണ്. ഞാനത് എന്താണെന്ന് പറയാം. R1.c. ഇതിനകത്ത് ആദ്യമേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്തേക്കാം. stdio.h and me എന്തായാലും ഞാനിത് ടൈപ്പ് ചെയ്യണോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ.
നമ്മൾ അറേയുടെ പ്രോഗ്രാം AI യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിലോട്ടൊന്ന് ഡീപ്പായിട്ടൊന്ന് പോയി പഠിക്കാം. ഓക്കെ, അപ്പം ഈ മെയിൻ ഫംഗ്ഷനകത്തുള്ള മാത്രം നോക്കുക, വെളിയിലത്തെ നോക്കണ്ട. ഓക്കെ, ഇൻറ്റ് A(5) മനസ്സിലായി. ഇങ്ങനെയാണ് നമ്മളൊരു അറേനെ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് അറേയുടെക്ക് എത്ര സൈസ് വേണമെന്നുള്ളത് നമ്മൾ കൊടുത്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻലൈനിൽ തന്നെ നമ്മൾ ഡയറക്റ്റ് വാല്യൂവിനെ അസൈൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഈക്വൽ ടു കൊടുത്തിട്ട് കാണത്തില്ലെന്നുണ്ടെ സൂം ചെയ്ത് കാണിക്കാം. ഓക്കെ, ഈക്വൽ ടു ഉണ്ടോ? ഈക്വൽ ടു ഉണ്ടോ? ഈക്വൽ ടു കഴിഞ്ഞിട്ട് കേരള ബ്രാക്കറ്റിനകത്ത് നമ്മൾ 1,2, ഇങ്ങനെ എടുത്ത് 5 വരെ കൊടുക്കുന്നു. ഓക്കെ, നോ പ്രോബ്ലം. ഇത് 0th ഇൻഡെക്സിലോട്ട് 1 എന്നുള്ള, 2 എന്നുള്ള ഫസ്റ്റ് ഇൻഡെക്സിലോട്ട് പോവും, 3 എന്നുള്ള സെക്കൻഡ് ഇൻഡെക്സിലോട്ട് പോവും, 4 എന്നുള്ള തേർഡ് ഇൻഡെക്സിലോട്ട് പോവും, 5 എന്നുള്ള 4th ഇൻഡെക്സിലോട്ട് പോവും. ഓക്കെ, മനസ്സിലായേ? 4th ഇൻഡെക്സിലായിരിക്കും ലാസ്റ്റ്, അതായത് n-1. n എന്ന് പറയുന്നത് നമ്മൾ ഈ അറേയുടെ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുന്ന എത്രയാണോ അതാണ് n. ഓക്കെ, ഇവിടെ n ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പം ഇതിനകത്ത് എത്ര ടോട്ടല് എത്ര ഇൻഡെക്സസ് ഉണ്ട്, അറേ ഇൻഡെക്സസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ n-1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് വേണം ഇവിടെ കോമ കൊടുത്ത് 6 കൊടുത്ത് 6 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര ഇൻഡെക്സ് ഉണ്ട്? ഓക്കെ, ഇവിടെ എത്ര ഇൻഡെക്സ് ഉണ്ട്? മൊത്തം എത്ര ഇൻഡെക്സ് വരെ വരും? 5 ഇൻഡെക്സ്, 5th ഇൻഡെക്സ് വരെ വരും. അപ്പം നമ്മളിവിടെ n-ൻ്റെ ഇവിടെ 6 ആണോ കൊടുക്കണ്ടേ? അതെ, മനസ്സിലായി. സോറി, ഇവിടെ 6th കൊടുത്തു കഴിയുമ്പം 5th ഇൻഡെക്സ് വരെ വരും. ഓക്കെ, പക്ഷേ n-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 ആയിരിക്കും. ഇവിടെ വരുന്ന n-1 ആണ്, അതായത് 6-1 ആയിട്ടുള്ള 5th. ഓക്കെ, സോറി മനസ്സിലായെന്ന് തോന്നുന്നു, കാരണം തെറ്റിപ്പോയി. എന്നിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ശരിയാക്കുന്നു. ഓക്കെ, പഴയ പോലെ സൈസ് ഒന്നും ആക്കട്ടെ, ഇതുമല്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ അസൈൻ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഒറ്റ ലൈനിൽ, സിംഗിൾ ലൈനിൽ നമ്മൾ അറയ്ക്കാത്തിട്ട് ഡാറ്റ എൻട്രി ചെയ്യുന്നു. ഓക്കെ, മാനുവലായിട്ട്. ഇനിയും ഇൻറ്റ് i, അതായത് ഈ ഇൻറ്റ് i വിളിച്ചേക്കുന്ന ഫോർ ലൂപ്പിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടുന്ന് നമ്മുടെ ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് ഇവിടെ ഫസ്റ്റ് നിങ്ങൾ അസ്യൂം ചെയ്യുക, ഇനി ഫുൾ ഇമാജിനേഷൻ ആണ്. ഓക്കെ, ഇമാജിനേഷനകത്ത് ഇമാജിൻ ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് അല്ല, ലൂപ്പ് 1 നോക്കുക. ഓക്കെ, ലൂപ്പ് 1 നടക്കുവാണ് ഇവിടെ. നടക്കുമ്പം ഓക്കെ, ലൂപ്പ് 1 നടക്കുമ്പോൾ ഐയുടെ വാല്യൂ എത്രയാണ്? ഇവിടെ 0. അപ്പം നേരെ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ 5-നെക്കാളും ചെറുതാണ് 0 ആണ്. ഓക്കെ, നമ്മളിവിടെ ഈക്വൽ ടു സിമ്പൽ ഒരിക്കലും കൊടുക്കരുത്. അറേ എന്ന് പറയുന്ന സാധനം നമ്മൾ എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നുണ്ടോ, ടച്ച് ചെയ്യുന്ന അറേനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എവിടെ നമ്മൾ ഫോർ ലൂപ്പ് കൊടുക്കുന്നുണ്ടോ അവിടെ കണ്ടീഷൻ്റെ അവിടെ നമ്മൾ ഒരിക്കലും ഈക്വൽ ടു സിമ്പൽ ഇട്ട് നോക്കരുത്. ഓക്കെ, ലൂപ്പ് വെച്ചിട്ട് ചെയ്യുമ്പോൾ, ഓക്കെ, അറേയിലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നോക്കാതിരിക്കുക. ഇനി അതല്ല ആ ഒരു പർട്ടിക്കുലർ പൊസിഷൻ മാത്രം സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മോഡിഫൈ ചെയ്യുക. ഓക്കെ, ആംപർസാൻഡ് സിമ്പൽ അല്ലെങ്കിൽ ഓർ സിമ്പൽ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ മോഡിഫൈ ചെയ്യുകയോ ആ ഒരു കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യുക. ഓക്കെ, ബേസിക് ആയിട്ട് പഠിക്കുന്നവർക്ക് അറേ എന്ന് പറയുന്ന സെക്ഷൻ വരുമ്പോൾ അറേ എന്ന് പറയുന്ന സെക്ഷൻ വരുമ്പോൾ ഈക്വൽ ടു യൂസ് ചെയ്യരുത് ഫോർ ലൂപ്പിനകത്ത് കണ്ടീഷൻ്റെ പൊസിഷനിൽ. ഓക്കെ, അപ്പം നമുക്കറിയാം ഇതിവിടെ എത്ര ഇൻഡെക്സസ് ഉണ്ടെന്ന്. ഓക്കെ, 4 ഇൻഡെക്സസേ ഉള്ളൂ. അതായത് എന്തായാലും 5-നെക്കാളും ചെറുതായിരിക്കണം.
അല്ലെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു 4 കൊടുക്കുക. ഓക്കെ, ഈക്വൽ ടു 4 കൊടുക്കുക. അപ്പോഴും ശരിയാണ്. കാരണം 4 അല്ലെങ്കിൽ 4 കുറവായിരിക്കണം. നമ്മളപ്പം ഒരു സ്റ്റാൻഡേർഡിന് എല്ലാവരും യൂസ് ചെയ്യുന്ന 5 തന്നെയാണ്. കാരണം ആ ഒരു ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു സിമ്പിൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുമ്പം അവിടെ 2 കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടി വരും. അതായത് ലെസ് ദാൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടി വരും, ഈക്വൽ ആണെന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്കവിടെ നാനോ സെക്കൻഡ്സ് നമ്മൾ വെറുതെ അവിടെ വേസ്റ്റ് ആക്കുന്നു. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ആ ഈക്വൽ ടുവിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് എടുക്കുന്നു. മനസ്സിലായി? അപ്പം നമ്മൾ മാക്സിമം ട്രൈ ചെയ്യേണ്ടത് ഏറ്റവും കുറവ് സ്റ്റോറേജിൽ ഒരു പ്രോഗ്രാമിനെ എഴുതുക എന്നും കൂടെ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും കുറവ് ടൈമിൽ റൺ ചെയ്യാൻ പറ്റിയ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് നമ്മളെപ്പോഴും റൈറ്റ് ചെയ്യാൻ നോക്കേണ്ടത്. ഓക്കെ, അപ്പം i = 0 എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നു. i ഇവിടെ ചെന്ന് ചെക്ക് ചെയ്യുന്നു, അഞ്ചിനേക്കാളും ചെറുതാണെന്ന് മനസ്സിലാക്കുന്നു. printf ഇവിടെ വരുന്നു a(i), അതായത് a(0) എന്താണ് 1 ആണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം 1 എടുത്ത് ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഇത്ര മനസ്സിലായി. ഇനി ലൂപ്പിൻ്റെ വെളിയിൽ എക്സിറ്റ് ചെയ്യുന്നു. ഓക്കെ, കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് പോയി കണ്ടിട്ട് മാത്രം വരിക. ഫോർ ലൂപ്പ് എന്ന് പറയുന്നൊരു സംഭവം ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ, ലൂപ്പ് എന്ന് പറയുന്ന സാധനം ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. ഓക്കെ, ഇങ്ങോട്ട് വന്നിട്ട് യാതൊരു കാര്യമില്ല, മനസ്സിലാകത്തില്ല. അപ്പം ഈ ഒരു ഫസ്റ്റ് ലൂപ്പ് എക്സിറ്റ് ആവുന്നു. ഇവിടെ ഐയുടെ ഇവിടെ ചെല്ലുന്നു, ഐയുടെ ഇവിടുത്തെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവുന്നു. അപ്പം i = 1 ആവുന്നു. 1 ഇവിടെ ചെന്നിട്ട് ചെക്ക് ചെയ്യുന്നു. ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നു, 5 ചെറുതാണോ 1 നോക്കുന്ന ആണ്. അപ്പം ലൂപ്പിനകത്ത് കയറുന്നു, printf ചെയ്യുന്നു a(1). എന്താ 2 ഇരിക്കുന്നു, അപ്പോൾ 2 പ്രിൻ്റ് ചെയ്യും. അങ്ങനെ പിന്നെ ഇത് 3 പ്രിൻ്റ് ചെയ്യുന്നു, 4 പ്രിൻ്റ് ചെയ്യുന്നു, 5 പ്രിൻ്റ് ചെയ്യുന്നു. അതായത് ഇവിടെ ഐയുടെ വാല്യൂ 4 ആവുന്നു. ഓക്കെ, ഐയുടെ വാല്യൂ 4 ആവുന്നു. ഇവിടെ ഇരുന്ന് പ്രിൻ്റ് ആവുന്നു, 5 പ്രിൻ്റ് ആവുന്നു. 4th ഇൻഡെക്സ്. ഓക്കെ, ഇത് 0th ഇൻഡെക്സ്, ഇത് ഫസ്റ്റ് ഇൻഡെക്സ്, ഇത് സെക്കൻഡ് ഇൻഡെക്സ്, ഇത് തേർഡ് ഇൻഡെക്സ്, ഇത് 4th ഇൻഡെക്സ്. ഓക്കെ, നമുക്ക് 5th ഇൻഡെക്സ് ഇല്ല, നമുക്ക് അറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഫോർ ലൂപ്പിൽ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പം 4 എന്ന് പറയുന്ന 4th ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെല്ലുന്നു, ഇൻക്രിമെൻ്റ് ചെയ്യുന്നു, 5 ആവുന്നു. നേരെ നിന്ന് ഐയുടെ വാല്യൂ 5 ആയതുകൊണ്ട് നേരെ എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, 5 ചെറുതാണോ നോക്കുന്നു, അല്ല. അപ്പം ഇവിടെ എക്സിറ്റ് ആവും. ഓക്കെ, നമുക്കപ്പം പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ടെർമിനൽ ഓപ്പണാക്കി സൈസ് പറയട്ടെ. ഓക്കെ, ടെർമിനൽ ഓപ്പണാക്കി cd യൂസ് ചെയ്ത് array എന്ന് പറയുന്ന ഫോൾഡറിൽ കയറി ഇനി gcc arr1.c കമ്പൈൽ ചെയ്യുന്നു, റണ്ണ് ചെയ്യുന്നു, ./a.out കൊടുത്ത് റൺ ചെയ്യുന്നു. ഔട്ട്പുട്ട് കിട്ടി. അങ്ങനെ നേരെ. അപ്പം എന്താണ് നമ്മളിവിടെ ന്യൂ ലൈൻ എന്നിട്ട് കൊടുക്കുക. അപ്പോൾ താഴോട്ട് പ്രിൻ്റ് ചെയ്ത് വരും. നമുക്ക് അപ്പോൾ താഴോട്ട് വേണ്ടി ഇപ്പം 1 2 3 4 എന്നും പറഞ്ഞിട്ട് പ്രിൻ്റ് ആയി വന്നു. ഇതെന്തുണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു അപ്പം ഞാൻ ക്ലിയർ ചെയ്തിട്ട് സൈസ് കുറച്ച് ചെറുതാക്കിയിട്ട് ഒന്ന് വലുതാക്കിയിട്ട് ഔട്ട്പുട്ട് കാണിക്കാൻ. നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് കസ്റ്റമൈസ് ഒക്കെ ചെയ്യാമെന്നാണല്ലോ. ഇത് നിങ്ങൾ തന്നെ റൈറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞതല്ല, നിങ്ങൾ റൈറ്റ് ചെയ്ത് നോക്കുക. ഞാൻ കഴിഞ്ഞ 2 വീഡിയോസിൽ ഹോംവർക്ക് പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷേ ഇതിൽ ഹോംവർക്ക് തരാം. കാരണം ഇഷ്ടംപോലെ ഹോംവർക്കിനുള്ള ഇതിനകത്തുണ്ട്. ഓക്കെ, ഒന്നിങ്ങനെ. പിന്നെന്താണ് പിന്നെ വരുന്നത്, ഓക്കെ ഇപ്പം കറക്റ്റായില്ല അത്. പിന്നെ വരുന്നത് നമുക്ക്
ഡാറ്റ ഡയറക്റ്റ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് തന്നെ ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്യാൻ പോകട്ടെ. ഇത് നിങ്ങൾ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരു ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻറ്റ് ബി എന്ന് പറയുന്നതിനകത്തോട്ട് കുറച്ച് ഡേറ്റാസ്. ഓക്കെ, ഇൻറ്റ് വേണ്ട, ക്യാർ ബി എന്ന് പറയുന്നതിനകത്തോട്ട് കുറച്ച് ഡേറ്റാസിനെ ഇതുപോലെ തന്നെ അറേ കൊടുത്തിട്ട് array of 5 എന്ന് കൊടുക്കുക. എന്നിട്ട് AEIO ഇല്ലേ നമ്മുടെ വവൽസ് ഇതുപോലെ തന്നെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്യാരക്ടർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പറഞ്ഞു തന്നിട്ടില്ല എന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞുതരാം. സിംഗിൾ കോട്ട്സിനകത്ത് കൊടുക്കുക. ഓക്കെ, കോമ ബി അല്ല എ കോമ ഇ കോമ ഐ, അങ്ങനെ AEIOU അങ്ങനെ തന്നെ നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് സെമിക്കോളൻ കൊടുക്കുക. എന്നിട്ട് നേരെ ഇവിടെ വരിക, അടുത്തൊരു ഇത് കൊടുക്കുക, ഫോർ ലൂപ്പ് കൊടുക്കുക. ഈ സെയിം ഐ തന്നെ നിങ്ങളിവിടെ യൂസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഐയുടെ വാല്യൂ 0 ആക്കിയിട്ട് അസൈൻ ചെയ്യുക. അപ്പം ഇവിടെ ഐയുടെ വാല്യൂ 5 ആണെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി വരുമ്പം 0 അസൈൻ ആയിക്കോളും. എന്നിട്ട് printf ഇവിടെ %d വരും. ഒരു ക്യാരക്ടർ പ്രിൻറ്റ് ചെയ്യേണ്ട എന്താണെന്നുള്ളത് നിങ്ങൾ പഠിപ്പിച്ച് വെച്ചിട്ട് ചെയ്യുക. ഈ സെയിം സാധനം തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, ഇവിടെ എയുടെ അവിടെ മാറ്റിയിട്ട് ഈ ബീഡ് അങ്ങ് കൊടുക്കുക. ഓക്കെ, ബീഡ് ഇവിടെ നിങ്ങൾക്കിപ്പം AEIOU എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുക. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് ഇൻപുട്ട് ചെയ്യേണ്ട എത്ര എന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചുമ്മാ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഇവിടെ എൻ്റർ ചെയ്തങ്ങ് അൺലിമിറ്റഡ് ആയിട്ട് എൻ്റർ ചെയ്തങ്ങ് വിട്ടാൽ മതി. കറക്റ്റ് സൈസ് ഇവിടെ ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. ഓക്കെ, അതായത് ഞാൻ ഈ ഒരു ഇത് കൊടുത്തേക്കുന്നുണ്ടോ, ഓട്ടോമാറ്റിക്കൽ സൈസ് ആയിക്കൊള്ളു, മനസ്സിലായോ? ഇങ്ങനെ കൊടുത്തേന്. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാണ്ടാണ്. ഞാനപ്പോൾ ഡിലീറ്റ് ആക്കുവാണ്. ഓക്കെ, നമുക്ക് സെയിം സംഭവം തന്നെ ചെയ്യാം. ഓക്കെ, ഇവിടെ ഫോളോപ്പിന് ഒരു ഐ ഡിക്ലെയർ ചെയ്തു. അറേയുടെ സൈസ് നമ്മൾ ഡിക്ലെയർ എത്രയോ കൊടുത്തു. ഓക്കെ, 100 കൊടുത്തു. നമുക്കറിയത്തില്ല എത്ര ആണ് സൈസ് എന്നുള്ളത്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്താ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്, നമുക്കത് എൻട്രി ചെയ്യണം. യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഗെറ്റ് ചെയ്യേണ്ടിയിട്ട്. ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് printf കൊടുക്കുന്നു. ഗെറ്റ് ചെയ്യേണ്ടല്ലോ കൊടുക്കുന്നത്, ഡിസ്പ്ലേൻ്റെ എൻ്റർ ദി സൈസ് ഓഫ് ആൻ അറേ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി താഴെ scanf %d ആമ്പർസാൻഡ് എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. എടുത്ത് അതോട്ടെ എന്നിട്ട് എന്നെന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു വാല്യൂനെ ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, നമ്മൾ കോഡ് ചെയ്യുമ്പം തന്നെത്താനെ ഡിക്ലെയർ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് എവിടെയൊക്കെ ആവശ്യം വരുന്നുണ്ടോ അപ്പോൾ ഒന്ന് ചുമ്മാ ടോപ്പിൽ പോവുക, ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, ആവശ്യമുള്ളപ്പോൾ ഒന്ന് മേളിൽ ചെന്ന് ഡിക്ലെയർ ചെയ്യുക, ഇറങ്ങിപ്പോരും. ഡിക്ലെയർ ചെയ്തു. നമ്മളപ്പം വാല്യൂവിന് സൈസ്, അറേയുടെ സൈസ് എത്രയാണെന്നുള്ളത് നമുക്കിപ്പോൾ കിട്ടി. ഓക്കെ, സൈസ് എത്രയാണെന്ന് കിട്ടിയ സാഹചര്യത്തിൽ ഇപ്പം യൂസർ എത്രയാണ്, ഇപ്പം 5 അടിച്ചു. ഓക്കെ, 5 അടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് റീഡായിട്ട് എന്നിലുണ്ട്. ഓക്കെ, ദെൻ 5 എന്ന് പറയുന്നത് നമുക്ക് വന്നു. ഓക്കെ, n നമ്പേഴ്സ് ഉണ്ട്. അറേയുടെ സൈസ് എന്ന് പറയുന്നത് n നമ്പേഴ്സാണ്. ഓക്കെ, അപ്പം ആ n നമ്പേഴ്സ് നമ്മൾ റീഡ് ചെയ്യണം. അപ്പം n നമ്പേഴ്സ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർ ലൂപ്പിനകത്ത് i = 0, അതായത് ഫസ്റ്റ് ഇൻഡെക്സ്, അതിനകത്ത് എന്നെന്ന് പറയുന്നത് ഇപ്പോൾ എത്ര ഒരു സംഖ്യ അതിനേക്കാൾ ചെറുതല്ലേ ആവത്തുള്ളൂ, കാരണം 0 തൊട്ട് n-1 വരെയാണ്. അപ്പം ഇങ്ങനെ കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഈക്വൽ ടു കൊടുത്തിട്ട് n-1 എന്ന് കൊടുത്താൽ മതി, നിങ്ങളിഷ്ടം പോലെ.
സോ ഇതാണൊരു സ്റ്റാൻഡേർഡ്, ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രിൻ്റ് വരും സ്കാൻഎഫ്, കാരണം ഫസ്റ്റ് റീഡല്ല ചെയ്യേണ്ടത് n നമ്പേഴ്സിനെ. അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇങ്ങോട്ട് റീഡ് ചെയ്യുക. നോർമലായിട്ടുള്ള നമ്മളെങ്ങനെ സ്കാൻഎഫ് %d ആംബർസാൻഡ് ഏത് എയിലോട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇതുവരെ നടക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ യൂസർ റൺ ചെയ്യുമ്പം എൻ്റർ ദി സൈസ് ഓഫ് ആൻ അറേ എന്ന് പറഞ്ഞ് ചോദിച്ചു വരുന്നു. അപ്പം ഇതുപോലെ ഇങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യുന്നു, 5 എൻ്റർ ചെയ്യുന്നു, 5 ഇവിടെ വരുന്നു. 5 ഇവിടെ വന്നു കഴിയുമ്പോൾ നോക്കുമ്പോൾ 5 ചെറുതാണ്, 0 നോക്കുന്നു ആണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നു ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ കൂടുന്നു, 1 ആവുന്നു. 5 ചെറുതാണോ 1 നോക്കുന്നു, ഇവിടെ വരുന്നു എൻട്രി എന്ന് വെച്ചാൽ ഫസ്റ്റ് പൊസിഷനിലോട്ട്, അതായത് ഫസ്റ്റ് പൊസിഷനല്ല 1 എന്ന് പറയുന്ന ഇൻഡെക്സിലോട്ട് സെക്കൻഡ് വാല്യൂവിനെ അസൈൻ ചെയ്യുന്നു. അങ്ങനെ ഈ എന്നിനോട് ഈക്വൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എപ്പോൾ വരുന്നു, കണ്ടീഷൻ എപ്പോൾ വരുന്നു, അപ്പം ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. അതായത് മൊത്തം അതിനകത്ത് എൻ്ററായി അതെന്ന് പറഞ്ഞാൽ ഇമാജിൻ ചെയ്യുക. ഒട്ടും സ്പീഡില്ല. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ നിർത്തി വരിക, അല്ലെന്നുണ്ടെങ്കിൽ വേറെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം തിരിച്ചിതിലോട്ട് വരിക. ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവണമെന്നില്ലായിരിക്കും മേ ബി ചിലർക്ക്. അങ്ങനെയുള്ളവർ പോയിട്ട് വേറെ അടുത്ത് പോയിട്ട് റെഫർ ചെയ്തിട്ട് തിരിച്ച് വരിക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റീഡായി കഴിഞ്ഞു, ഇത്രയും കഴിഞ്ഞു. അപ്പം നമ്മൾ ഇതിനെ ഡോക്യുമെൻ്റ് ചെയ്യും. ഓക്കെ, ഡോക്യുമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ചിലപ്പം നമ്മളെന്താണ് ചെയ്തതെന്ന് മനസ്സിലാകത്തില്ല. അപ്പം വെളിയിൽ നിന്ന് ഒരാൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, റീഡിങ് അറേ എന്ന് കൊടുത്തു. ഇനി അടുത്തത് ഏതാണ് നമുക്ക് ചെയ്യേണ്ടുള്ളത്? ഡിസ്പ്ലേ എന്നും പറഞ്ഞിട്ടാണ് ഇനി ചെയ്യേണ്ടത്. ഓക്കെ, ഡിസ്പ്ലേ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലിമിറ്റ് n ആക്കി വെക്കും. ഓക്കെ, അതായത് സീറോയിലെ A0 വാല്യൂ പ്രിൻ്റ് ആവും ആദ്യമേ, പിന്നെ A1 വാല്യൂ പ്രിൻ്റ് ആവും, പിന്നെ A2 വാല്യൂ പ്രിൻ്റ് ആവും, 3 വാല്യൂ പ്രിൻ്റ് ആവും, 4 വാല്യൂ പ്രിൻ്റ് ആവും, 5 വാല്യൂ പ്രിൻ്റ് ആവും. 6th ചെല്ലുമ്പം 6th ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്, അതായത് ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്നു, എക്സിറ്റ്. ഓക്കെ, നമുക്കപ്പോൾ ഇതും കൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്ത് നോക്കുമ്പോൾ CD അറേ എൻ്റർ ദെൻ സൈസ് ഓഫ് ആൻ അറേ എന്നും പറഞ്ഞ് ചോദിച്ചു. നമ്മളപ്പം 5 കൊടുക്കുന്നു. ഓക്കെ, നമ്മളിനി എന്താ വേണ്ടത്? ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യുക, സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്യുക, തേർഡ് നമ്പർ എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ 5th വരെ നമ്മൾ പ്രിൻ്റായി, ബാക്കിയുള്ളത് പ്രിൻ്റായി. ഓക്കെ, നമുക്കിതപ്പം ഒരു സ്ട്രക്ചേർഡായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ scanf ഓക്കെ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറേ എലമെൻസ് കൊടുത്ത് ഇവിടെയൊക്കെ ഒന്ന് സ്ലാഷിന് ഇട്ട് വെക്കട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ പറമ്പ് എല്ലാം ഒന്ന് പ്രിൻ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, നമുക്കിതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊക്കെ എനിക്കും കുറേ നാൾ ചെയ്തിട്ടൊക്കെയാണ് ഞാനും പഠിക്കുന്നത്. ആരും
വന്ന് വീണ ഉടനെ അങ്ങ് മൊത്തം പഠിച്ചിട്ട് വരുന്നവരല്ലല്ലോ. അപ്പം ഞാനിതുപോലെ തന്നെ എൻ്റർ ചെയ്യുന്നു. കണ്ടോ? അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂസ് ഇതെന്ന് വെച്ച് സ്റ്റോർ ചെയ്ത വാല്യൂസിനെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ. ചെയ്ത് പഠിക്കുക, കണ്ടിന്യൂസ്ലി ചെയ്ത് പഠിക്കല്ലാതെ നമുക്ക് വേറൊരു മാർഗം ഇതിന് ഇല്ല. ഓക്കെ, കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്യുന്നതൊക്കെ സമ്മതിച്ചു, പക്ഷേ ബേസിക് ലോജിക്ക് ഇപ്പം ഒരു വീട് പണിയാനായിട്ടുള്ള ഒരു സിവിൽ എഞ്ചിനീയറോട് എന്നിട്ട് നമ്മൾ പറയാണ് കട്ടയിടാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സിമെൻറ്റ് കുഴക്കേണ്ട എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിക്ക് മോശമല്ലേ? അത് പുള്ളിയുടെ കരിയറിനെ ഡെവലപ്പ് ചെയ്യുമോ? ഇല്ല. അത് പുള്ളി ചെയ്യുന്ന ജോലി അല്ലാതെ ജോലിക്ക് അത്ര നല്ലതായിരിക്കുമോ? അല്ല. അപ്പം നമ്മൾ എന്ത് പഠിച്ചാലും ബേസിക്സ് വേണം. ഓക്കെ, ആ ഒരു ബേസിക്സാണ് നമ്മൾ സി കൊണ്ടിട്ട് മാത്രം ഉദ്ദേശിക്കുന്നത്. സി കൊണ്ട് മാത്രമെന്നല്ല, ജാവയിൽ വന്നു കഴിയുമ്പോഴും ബേസിക്സാണ്. ഇതൊക്കെ തന്നെ ആയിരിക്കും ഞാൻ ജാവയിലും പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വെബ് ഡെവലപ്മെൻറ്റിലോട്ട് ചെല്ലുമ്പോൾ മാത്രം നമുക്ക് ഇതിൻ്റെ ഒന്ന് യൂസേജസ് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പം 1 ഡയമെൻഷണൽ അറേ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇപ്പം 2 ഡയമെൻഷണൽ അറേയും കൂടെ ഞാനൊന്ന് പെട്ടെന്ന് എടുത്ത് ഇവിടെ. ഓക്കെ, 2 ഡയമെൻഷണൽ അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, നേരത്തെ 1 ഡയമെൻഷണൽ അറേ എന്ന് പറയുമ്പം നമുക്കിവിടെ ഞാനൊരു പുതിയ ഫോൾഡർ ഉണ്ടാക്കട്ടെ. അറേക്കകത്ത് തന്നെ ARR2.c. ഓക്കെ, 2 ഡയമെൻഷണൽ അറേയാണ്. ഇതൊക്കെ ഒന്ന് കോപ്പി ചെയ്ത് ഇതൊന്ന് പേസ്റ്റും ചെയ്തിട്ട് വെച്ചേക്കാം. ഓക്കെ, ഇത് ഓപ്പൺ ആവുമായിരുന്നു, കൊള്ളായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെന്ന് പറയട്ടെ. ഇത് എനിക്കിങ്ങനെ ഈ കാണിച്ച് തരുന്നതിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇതില്ല, മനസ്സിലായോ? ഓക്കെ, നേരത്തെ എന്ന് വെച്ചാൽ ഫസ്റ്റിൽ ഇതിൽ എൻ്റെ പോയിൻ്ററിലോട്ട് ഇത്തലോട്ട് കർസറിലോട്ട് നോക്കാം. ഓക്കെ, ഈ ഒരു വെള്ള സാധനം കണ്ട് ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്നത്, ഇത്തലോട്ട് നോക്കുകയാണ്. ഇതായിരുന്നു 1 ഡയമെൻഷണൽ അറേ. ഇങ്ങനെ പോകുമായിരുന്നു, ഇങ്ങനെ പോകുന്നതായിരുന്നു 1 ഡയമെൻഷണൽ അറേ. ഓക്കെ, 2 ഡയമെൻഷണൽ അറേ എന്ന് വെച്ചാൽ ഇങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. ഓക്കെ, ഇങ്ങനെയുണ്ട്, 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 എല്ലാം ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഇമാജിൻ ചെയ്യുക. 2 ഡയമെൻഷണൽ അറേ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലോട്ട് ഉറപ്പിച്ചേക്കുക. ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഈ ഒരു ഫസ്റ്റ് റോ എന്ന് പറയുന്നതായിരുന്നു 1 എന്ന് പറയുന്നത്. ഇവിടെ റോസ് ആൻഡ് കോളംസ് ഉണ്ട്, അതായത് M ക്രോസ് N എന്ന് പറയും. ഓക്കെ, റോസ് ആൻഡ് കോളംസ്. റോസ് എന്ന് പറയുന്നത് റോസ് എന്ന് പറയുന്നത് ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ളത്, അല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള. കോളം എന്ന് പറയുന്നത് ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ഉറക്കപ്പിച്ചയിലാണ് ഇത് എടുക്കുന്നത്. എന്നാലും ഞാൻ നല്ല ആക്റ്റീവായിട്ടിരിക്കുകയാണ്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ പഠിപ്പിക്കാൻ, അതുകൊണ്ട് ഞാനിങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുന്നത്. ഓക്കെ, നത്തിങ് എൽസ്. വാവ്, കണ്ടോ? ഇങ്ങനെ എടുക്കുന്നതാണ് ക്രോസ്, റോസ്. ഇങ്ങനത്തെയാണ് കോളംസ്. ഓക്കെ, ഇങ്ങനെ പോകുന്നതാണ് കോളംസ്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ നല്ലപോലെ പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലേ സുഹൃത്തുക്കളെ? പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യേണ്ട ഇങ്ങനെ റോസ് ആയിരിക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോളം ഒന്ന് കൂട്ടിവിടുക.
മനസ്സിലായോ? ഇല്ലല്ലേ? ഓക്കെ, ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ശ്രദ്ധിച്ചിരിക്കുക. 2 ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. ഓക്കെ, ഈ റോനെ കണ്ടോ? ഈ മച്ചാനെ ഇങ്ങനെ എടുത്തങ്ങോട്ട് പിടിക്കാം. മച്ചാനിൽ നമ്മൾ ആദ്യമേ ഇങ്ങനെ ആയിരിക്കും വാല്യൂ അങ്ങോട്ട് കയറ്റി വിടുക. ഓക്കെ, അപ്പം റോ 1. ഓക്കെ, റോ 1 എന്ന് പറഞ്ഞ് എന്ത് മനസ്സിലാക്കണം? നമ്മുടെ അറയിൽ ഇൻഡെക്സ് 0 ആണ്. ഓക്കെ, അറയിൽ നമ്മുടെ അറയിൽ ഇൻഡെക്സ് 0 ആണ്. n-1 ആയിട്ട് തന്നെ 0 ആണ്. ഓക്കെ, ഇനി കോളം 1, ഇവിടെ 1 ആണ്, ഇൻഡെക്സ് 0 ആയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ഞാനെന്ത് ഇതിൻ്റെ ഇടയ്ക്ക് 100 കൂട്ടം മണിക്ക് വന്നു. ഞാൻ ക്ലാസ് എടുക്കട്ടെ. ഓക്കെ, 0 ആയിരിക്കും കോളം 1 ആണ്. ഇനിയും ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, റോവിനെ നമ്മളിനി അനക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ റോവിനെ സെലക്ട് ചെയ്ത് വെച്ചേക്കുക. ഇത്രയും ഭാഗം ഈ റോവിനെയാണ് നമ്മൾ ആദ്യമേ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയും ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കോളം മാത്രമേ കൂട്ടാൻ പറ്റത്തുള്ളൂ. ഇത് ഫസ്റ്റ് കോളം ടീം സെക്ഷനാണ്. ഇതെല്ലാവരും സെക്കൻഡ് കോളം സെക്ഷൻ, ഇതെല്ലാവരും തേർഡ്, ഇതെല്ലാവരും ഫോർത്ത്. ഓക്കെ, അങ്ങനെയല്ലേ കിടക്കുന്നത്. അപ്പം ആദ്യമേ ഫസ്റ്റ് കോളത്തിലോട്ട് നമ്മൾ വാല്യൂ കയറ്റി എൻട്രി ചെയ്യുന്നു. 0th പൊസിഷനിലെ 0th പൊസിഷൻ കോളത്തിലോട്ട് നമ്മൾ വാല്യൂ അസൈൻ ചെയ്യുന്നു. ഇനി നമ്മൾ ഈ കോളമായിരിക്കും കൂട്ടുന്നത്. ഓക്കെ, നിങ്ങളിത് മനസ്സിലാക്കുക. താഴോട്ടല്ല പോകുന്നത്, നമ്മൾ താഴത്തെ വാല്യൂ അല്ല, ഇങ്ങനെയല്ല പോകുന്നത്. ഓക്കെ, അത് ഇമാജിൻ ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക, പഠിച്ച് വെക്കുക. അല്ലാതെ ഇപ്പം ഞാൻ പഠിപ്പിക്കാത്തതിൻ്റെയാണ് ഞാൻ പറയുന്നില്ല. ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ ആയിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക. റൈറ്റിലോട്ടാണ് റീഡ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റിലോട്ട് റീഡ് ചെയ്യുമ്പം സെക്കൻഡ് കോളത്തിലോട്ട് പോകുന്നു. അവിടെ നമ്മൾ അസൈൻ ചെയ്ത് കഴിയുമ്പോൾ തേർഡ് കോളത്തിലോട്ട് നമ്മൾ പോകുന്നു. അവിടെ അസൈൻ ചെയ്ത് കഴിയുമ്പം 4th കോളത്തിലോട്ട് പോകുന്നു. അവിടെ അസൈൻ ചെയ്യുന്നു. ഇവിടെ അസൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റോവിനെ കൂട്ടുക. സെക്കൻഡ് റോയിലോട്ട് പോകണം. അതായത് ഫസ്റ്റ് പൊസിഷനിലോട്ട്, എക്സിൻ്റെ ഫസ്റ്റ് പൊസിഷനിലോട്ട് പോകണം. നമ്മളവിടെ പോയിട്ട് ഇതന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ഇങ്ങനെ കോളം കൂട്ടി പോകും. എന്നിട്ട് നമ്മൾ പിന്നെ റോ കൂട്ടുന്നു. ഈ കോളം തീർന്ന് കഴിയുമ്പോൾ റോ കൂട്ടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു, പിന്നെ ഇങ്ങോട്ടില്ലാന്ന് മനസ്സിലാവുന്നു, എക്സിറ്റ് ആവുന്നു. ഓക്കെ, ഇത്രയാണ് ബേസിക്കലി ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതായിട്ട് പറയേണ്ടത്. ഓക്കെ, ആ ഒരു ബേസിക് കൺസെപ്റ്റ് ഇത് നിങ്ങൾ നോക്കുക, സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഈ ഒരു സ്കില്ലിനെ സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേറെ മാർഗമില്ല. നമുക്ക് ഇതിൻ്റെ എന്തായാലും യൂസ് ചെയ്ത് കഴിഞ്ഞു. വേറൊരു എക്സാമ്പിളാണ് 2 ഡയമെൻഷണൽ വേറൊന്നാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവായിരിക്കും. നമുക്ക് ബ്ലൂ ഇതിനകത്തൂടെ പോകുമ്പോൾ കാണാം, എന്തായാലും കാണും. ഓക്കെ, ഫസ്റ്റ് പൊസിഷനിൽ വാല്യൂ 1 എൻ്റർ ചെയ്യുന്നു. ഓക്കെ, നിങ്ങളിതൊന്ന് വായിച്ച് ഇതിനകത്ത് കറക്റ്റ് ഓർഡറിലാണ് ഡേറ്റ പോയേക്കുന്നത്. ഓക്കെ, ഇങ്ങനെ തന്നെയാണ്, എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് പോയേക്കുന്നത്. ഇത് കാണാതെ മനസ്സിലോർത്ത് ഓർത്ത് വെച്ചെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതുപോലെ ആയിരിക്കണം വർക്കാവുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ലോജിക്ക് ബിൽഡ് ചെയ്യാം. 2 ഡയമെൻഷനിലേക്കുള്ള ലോജിക്ക് ബിൽഡ് ചെയ്യാം. ഞാൻ പ്രോഗ്രാമിലോട്ട് പോകുന്നില്ല, ലോജിക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പ്രോഗ്രാമിലോട്ട് പോകുന്നുള്ളൂ. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, വോയിസ് എനിക്ക് വന്ന് ചെറുതായിട്ടൊന്ന് ഡിമ്മായി കാണും. നമ്മളെന്താ ചെയ്യണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ട ലൂപ്പ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ വിളിക്കുന്ന ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ഒരു ഫോർ ലൂപ്പ് ഉണ്ടല്ലോ നമ്മൾ ആദ്യമേ വിളിക്കുന്നത്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോയുടെ ആയിരിക്കണം. കാരണം നമ്മൾ 2 ഡയമെൻഷൻ അല്ല നെക്സ്റ്റഡ് ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഫോർ ലൂപ്പിനകത്ത് വേറൊരു ഫോർ ലൂപ്പ് ഉണ്ട്. ഓക്കെ, അത് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഇത് നമുക്ക് റീഡ് ചെയ്യണം, ഇതിൽ നമുക്ക് റീഡ് ചെയ്യണം. മനസ്സിലായി? രണ്ടെണ്ണം റീഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമ്മളിവിടെ നെക്സ്റ്റഡ് ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റഡ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ 2 ഫോർ ലൂപ്പ് ഉണ്ട്. അതിനകത്ത് ഇന്നർ ഫോർ ലൂപ്പ് അല്ലെങ്കിൽ അകത്ത് കിടക്കേണ്ട ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ വായിച്ചു പോകുന്നതായിരിക്കണം. ഓക്കെ, ഇനിയും സ്കിപ്പ് ചെയ്ത് താഴോട്ട് പോകണ്ട. അതായത് ഈ ഒരു ലൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കണം എക്സ്റ്റേണൽ ഫോർ അല്ല ലൂപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇന്നർ ലൂപ്പും അല്ലെങ്കിൽ ഔട്ടർ ലൂപ്പും എന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇന്നർ ലൂപ്പ് നമ്മൾ കോളമായിട്ടും, അതായത് സ്ട്രെയിറ്റ് ലൈനിൽ നമ്മുടെ റൈറ്റ് ഡയറക്ഷനിലോട്ട് പോകുന്നതിനെയാണ് ഇന്നർ ലൂപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനിയും ഔട്ടർ ലൂപ്പ് എന്ന് പറയുന്ന റോസ് ആണ്. ഓക്കെ, അതായത് അടുത്ത ചാട്ടം, അടുത്ത ചാട്ടം, അടുത്ത ചാട്ടം. ഓക്കെ, മൊത്തം ഡേറ്റനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തെ ലെയറിലോട്ട് പോകുന്നു, അവിടുത്തെ മൊത്തം എൻ്റർ ചെയ്യുന്നു, താഴത്തേലോട്ട് പോകുന്നു. അങ്ങനെയാണ് റോസിനെ കേട്ടിട്ടുണ്ട്. ഓക്കെ, ആഡ് ചെയ്യുന്നു. ഇത് ഒന്ന് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ പോയിട്ട് വരിക, നമുക്ക് പ്രോഗ്രാമിലോട്ട് പോകാം. ഹോംവർക്ക് ഞാൻ ഒരു 5-6 തരാം. ഓക്കെ, ലാസ്റ്റ് പറയാം, അതായിരിക്കും കുറച്ചുകൂടെ. അപ്പം ഇത് ഇന്നത്തെ ഇത്രേ ഉള്ളൂ. 2 ഡയമെൻഷൻ സ്ട്രക്ചർ നാളെ. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം 2 ഡയമെൻഷൻ അറേയാണ്. അപ്പം 2 എണ്ണം വേണം, എയും വേണം, അതേപോലെ തന്നെ ബിയും വേണം. ഇതിൻ്റെ സൈസ് എത്ര എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പം 2 ഇടത്ത് എൻ്റർ ചെയ്യിപ്പിക്കണം യൂസർ നെയിം കൊണ്ട്. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാലാണ് ഞാൻ ഇങ്ങനെ വേണം, മുമ്പേ പറഞ്ഞില്ലേ ഹോംവർക്കായിട്ട് ചെയ്തോളാൻ പറഞ്ഞ് പ്രോഗ്രാം ഇങ്ങനെ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 ഡയമെൻഷൻ അറേ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഈ 2 എണ്ണം വെച്ച് ചെയ്തോളാൻ. അതിന് നിങ്ങളിതുപോലെ ചെയ്യുക. ഞാൻ വിട്ടുപോയി മുമ്പേ ഇവിടെ പറഞ്ഞ കാര്യം ഞാൻ കണ്ടില്ല, അപ്പോഴും ഞാൻ ആലോചിച്ചിട്ട് എടുത്ത് പറഞ്ഞു തന്നെ. അപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോറി, അത് പറഞ്ഞു, ബട്ട് ഞാനത് ഫോർവേഡ് പോയി. അപ്പം 2 ഡയമെൻഷൻ അറേ എന്ന് പറയുമ്പം ഒരേ സ്റ്റോറേജിനകത്ത് അല്ലെ ഒരേ വേരിയബിളിനകത്ത് നമ്മൾ 2 റോസായിട്ട്, ഒരു റോയും ഒരു കോളമായിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു. ഓക്കെ, സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ ടൈപ്പ്. ഓക്കെ, അറേ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പാണ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ്, അതായത് ഇൻഡജർ, ഫ്ലോട്ട്, അതൊക്കെ ഉണ്ടല്ലോ. അതെന്ന് പറയുന്നത് ബേസിക്സ് ആണ്. ഓക്കെ, അതിനെ നമുക്ക് യൂസ് ചെയ്യുന്നത് പോരാ, നമുക്ക് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യണമെന്ന് തോന്നിയിട്ട് നമ്മൾ മോഡിഫൈ ചെയ്തിറക്കിയതാണ് ഈ പറയുന്ന എന്താണ് ഡിറൈവ്ഡ് ഡേറ്റ. ആ ഒരു നെയിമിൽ തന്നെ നമുക്ക് മനസ്സിലായല്ലോ ഡിറൈവ്ഡ് എന്നുള്ളത്. ഇനിയും ഇതൊന്നും പോരാ, നമുക്ക് സ്വന്തമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ യൂസർ ഡിഫൈൻഡ്. ഓക്കെ, യൂസർ ഡിഫൈൻഡ് ആ ഒരു മൂലക്കിരിക്കട്ടെ. നമുക്ക് ഈ ഒരു ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പിനെ നമുക്ക് നോക്കാം. ഡിറൈവ് ചെയ്തതാണിത്, ഇൻ്റെ എന്നുള്ളതിനെ ഡിറൈവ് ചെയ്തു, മോഡിഫൈ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ബ്രാക്കറ്റൊക്കെ വന്നു. പക്ഷേ ഇതിൽ നമുക്ക് ഇൻഡിജറിനെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫ്ലോട്ടിനെ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ.
അല്ലെന്നുണ്ടെങ്കിൽ ഡബിളിനെ മാത്രമേ സ്റ്റോർ ചെയ്യും. അത് ആ ഒരു ഒറ്റ ഒരു ആൾക്കാർ മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഫ്ലോട്ട് സ്റ്റോർ ചെയ്യേണ്ട അടുത്ത് ഇൻറ്റ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ ഫ്ലോട്ടിൻ്റെ വാല്യൂസിലായിരിക്കും. എന്ന് വെച്ചാൽ കുത്തേണ്ട ചിലപ്പം കുറേ സീറോസ് കാണും. ആ ഒരു ഫ്ലോട്ടിൻ്റെ സൈസിലോട്ട് ഓട്ടോമാറ്റിക്കലി അതിനെ ഷിഫ്റ്റ് ആക്കുന്നുണ്ട്. അറ കാണിക്കത്തില്ല കേട്ടോ അടങ്ങ്, പക്ഷേ ഇൻറ്റി കൊണ്ടുപോയിട്ട് കുത്തൊക്കെ ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ കാണിക്കും. പിന്നെ നമ്മളപ്പം 2 ഡയമെൻഷണൽ അറേ, ഓക്കെ. 1 ഡയമെൻഷണൽ അറേക്കകത്ത് ഒരു സ്ക്വയർ ബ്രാക്കറ്റ്, 2 ഡയമെൻഷണൽ അറേക്കകത്ത് 2 സ്ക്വയർ ബ്രാക്കറ്റ്, ഓക്കെ. സംഖ്യ കൂടുന്നു എന്നുള്ള മാത്രം ഇമാജിൻ ചെയ്യുക. ബാക്കിയെല്ലാം ഒരേപോലെ തന്നെ. എൻ്റർ ദ സൈസ് ഓഫ് ആൻ അറേ നമ്മളത് എൻ്റർ ചെയ്യുന്നു, ഓക്കെ. ഇവിടെ നമുക്ക് 2 എണ്ണം ഉണ്ടല്ലോ, ഇവിടെ 2 എണ്ണം, അതായത് ഈ 100-നകത്ത് ഏതെങ്കിലും ഒരെണ്ണം സ്റ്റോർ ചെയ്യും, ഈ 100-നകത്ത് സ്റ്റോർ ചെയ്യേണ്ടതാണ് 2 എണ്ണമായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ എം എന്ന് കൊടുക്കും. യു ക്യാൻ സെലക്ട് ഐ ആൻഡ് ജെ വാട്ട് എവർ യു വാണ്ട് ടു നെയിം ഇറ്റ്, ഓക്കെ. ദെൻ നിങ്ങൾക്ക് അതുപോലെ നെയിം ചെയ്യാം. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്മിനെ ഡിക്ലെയർ ചെയ്തിട്ടില്ല, അപ്പം എം ഡിക്ലെയർ ചെയ്യും. നമ്മൾ അപ്പോൾ ഡിക്ലെയർ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പം 2 വാല്യൂസ് എൻ്റർ ചെയ്യുന്നു, ഓക്കെ. ഇനിയും ഇത് റീഡ് ചെയ്യണം. ഇത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഫോർ ലൂപ്പാണ് പറഞ്ഞിട്ട്, അതിനകത്തെ ഒന്നാമത്തെ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐനെ വെച്ചിട്ടുള്ളൂ, ഓക്കെ. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഞാൻ പറഞ്ഞില്ല ഐയും ജെയും വെച്ചിട്ടാണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. അപ്പം രണ്ടാമത്തെ യൂസ് ചെയ്യാനായിട്ട് അതിനെ ജെ എന്ന് തന്നെ നെയിം ചെയ്യുന്നു, ജെ എന്ന് തന്നെ നെയിം ചെയ്ത് വിടുന്നു, ഓക്കെ. ആദ്യത്തേനകത്ത് എൻ, അതായത് റോ ആയതുകൊണ്ട് എന്നും, രണ്ടാമത്തേനകത്ത് എമ്മും കൊടുക്കുക, ഓക്കെ. എമ്മും കൊടുക്കുക. ഇവിടെ ചെന്നിട്ട് സൈസ് ഓഫ് ആൻ അറേ എന്ന് വേണ്ട, എൻ്റർ ദി റോസ് ആൻഡ് കോളം എന്ന് കൊടുക്കുന്നു. ആൻഡ് എൻ്റർ ദി എലമെൻറ്റ്സ് ഇൻ ആൻ അറേ എൻ്റർ ചെയ്യുന്നു ജെ, ഓക്കെ. ജെ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിട്ട് നമ്മൾ ആ ജെനെ അങ്ങോട്ട് ഇനീഷ്യലൈസ് അല്ല ഡിക്ലെയർ ചെയ്യുന്നു. ഇവിടെ ഇത് തന്നെ വർക്ക് ചെയ്യുന്നു, ഓക്കെ. അപ്പം ഇത് നിങ്ങൾ നോക്കുന്നുണ്ട്, ഇവിടെ തന്നെ വർക്ക് ചെയ്ത് നോക്കാം, ഓക്കെ. അപ്പം എൻ്റെ ദി റോസ് ആൻഡ് കോളംസ് ഇവിടെ വരുന്നു. നോട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞാൽ നിങ്ങൾ സ്റ്റെപ്പിൻ്റെ പിറകെ പോവുക, നോട്ട് എടുത്ത് വെക്കുക, എഴുതുക, ഓക്കെ. എൻ്റർ ചെയ്യുന്നു, ഓക്കെ. 2 വാല്യൂസ് റോയിനെയും കോളത്തിനെ റീഡ് ചെയ്യുന്നു, റോ എന്നിലും കോളം എമ്മിലും, ഓക്കെ. എൻ്റർ ദി എലമെൻറ്റ്സ് എൻ്റർ ചെയ്യാൻ പറയുന്നു, നമ്മൾ എൻ്റർ ചെയ്യുന്നു, ഓക്കെ. എൻ്റർ ചെയ്യുമ്പോൾ ആദ്യത്തെ വാല്യൂ വരുന്നു അതിലോട്ട്. ഇവിടെ റോയുടെ നമ്പറുണ്ട്, റോ 2 വിചാരിക്കുക, കോളം 2 വിചാരിക്കുക, 2 × 2 ആണെന്ന് വിചാരിക്കുക. അപ്പം ഫസ്റ്റ് എലമെൻറ്റ് വന്നിട്ട് ചെക്ക് ചെയ്യുന്നു, ഓക്കെ. എന്നെന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്, ഓക്കെ. ഐയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. 2 ചെറുതാണ് 0. അപ്പം അടുത്ത ഫോർ ലൂപ്പിനകത്തോട്ട് കയറുന്നു, അവിടെ ചെന്നിട്ട് നോക്കുന്നു എം എത്രയാണ്? 2 ആണെന്നുണ്ടെങ്കിൽ ജെയുടെ വാല്യൂ 0 വലുതാണ് 2, വർക്കാവുന്നു. ആ ഒരു എൻ്റർ ചെയ്യേണ്ടുള്ളൊരു ടൈം നമുക്ക് കിട്ടും നമ്മുടെ, ഓക്കെ. എൻ്റർ ചെയ്യേണ്ടുള്ളൊരു ഓപ്ഷൻ കിട്ടും, നമ്മളത് എൻ്റർ ചെയ്യുന്നു. ദെൻ എക്സിറ്റ് ആവുന്നു. എക്സിറ്റ് ആയിട്ട് ഈ ഫോർ ലൂപ്പ് ജെയിലോട്ട് തിരിച്ചു വരുന്നു. ജെയുടെ വാല്യൂ 1 ആവുന്നു. ഇവിടെ സ്കാനഫിൽ 0 I, ഓക്കെ. ഇവിടെ എങ്ങനെ വരുന്നതെന്ന് സൈഡിലേക്ക് കാണിക്കാം, ഓക്കെ. A of I and J, ഓക്കെ. ഇങ്ങനെയാണ് ഇവിടെ വരുന്നത്. അതായത് ഐയിൽ 0 ജെയിൽ 1 ആവും. എന്നിട്ട് ഇവിടെ സ്കാനപ്പ് വരുന്നു, ഈ വാല്യൂ എടുത്ത് A of IJ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറേജ്, അതായത് ഇത്രയും വലിയ സ്റ്റോറേജ് ആയിരിക്കും, ഇത്രയും വലിയ ഈ പെട്ടിക്കകത്ത് ഈ ഏതെങ്കിലും ഒരു മൂലയിലായിരിക്കും A of 00, പിന്നെ A of 01, പിന്നെ A of 02, പിന്നെ A of 03 എന്നും പറഞ്ഞിട്ട് ഞാൻ ഇമാജിൻ ചെയ്യാൻ പറഞ്ഞല്ലോ, ഇമാജിൻ ചെയ്ത് മാത്രം പോകും, ഓക്കെ. എന്നിട്ട് ഈ ഒരു ഫോർ ലൂപ്പ് എപ്പോൾ എക്സിറ്റ് ആവുന്നു
അപ്പം വെളിയിൽ പോകുന്നു, ഐയുടെ വാല്യൂ 0. അപ്പം ഇവിടെ വരുമ്പം അടുത്ത എന്ന് വെച്ചാൽ ഇങ്ങനെ എൻ്റർ അടിക്കുന്ന പോലെ അടുത്ത കോളത്തിലോട്ട്, അല്ല അടുത്ത കോളത്തിലോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കോളത്തിലോട്ടും പോവും, അടുത്ത റോയിലോട്ടും പോവും. ഓക്കെ, അങ്ങനെ അതങ്ങ് വർക്കാവുന്നു. ഇനിയും എൻ്റർ ചെയ്ത ഡേറ്റ ഞാനൊന്ന് പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ പറ എലമെൻറ്റ്സ് എന്നും പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഇവിടെയും പ്രിൻ്റ് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് A0 എന്ന് വെച്ച് കഴിഞ്ഞാൽ AF00 വരുന്നു, പ്രിൻ്റ് ആവുന്നു. AF01 വരുന്നു, പ്രിൻ്റ് ആവുന്നു. AF02 വരുന്നു, പ്രിൻ്റ് ആവുന്നു. AF03 വരുന്നു, റോങ് എന്ന് കാണുന്നു, വെളിയിൽ ചെല്ലുന്നു. ഇനി 1 വരുന്നു, അത് ഇവിടെ പ്രിൻ്റ് ആവുന്നു. 1 വരുന്നു, അത് പ്രിൻ്റ് ആവുന്നു. 1 വരുന്നു, എററാന്ന് കാണുന്നു, തിരിച്ചു പോകുന്നു. പിന്നെ 2 വരുന്നു, പ്രിൻ്റ് ആവുന്നു. 1 വരുന്നു, ഇത് പ്രിൻ്റ് ആവുന്നു. 2 വരുന്നു, പ്രിൻ്റ് ആവുന്നു, ന്യൂ ലൈൻ ആവുന്നു, എക്സിറ്റ്. ഓക്കെ, ഇതാണ് പ്രോഗ്രാം. ChatGPT-നെയൊക്കെ വെച്ചിട്ട് എങ്ങനെ പ്രോഗ്രാം ചെയ്യണമെന്നൊക്കെ ഉള്ള ഞാൻ നല്ല വൃത്തിക്ക് പറഞ്ഞു തരാം. നിങ്ങൾ വെയിറ്റ്. എങ്ങനെ വൈപ്പ് കോഡ് ചെയ്യുക എന്നുള്ള വൈപ്പ് കോഡിൻ്റെയൊക്കെ ഉദാഹരണമൊക്കെ ഞാൻ നല്ലപോലെ ചെയ്ത് കാണിക്കാം. കാരണം ഞാൻ കുറേ പ്രൊജക്റ്റ് അതുവഴി ചെയ്തിട്ടുണ്ട്. ഓക്കെ, എക്സ്പീരിയൻസ് ഉണ്ട്, ലൈവായിട്ടുള്ള ഉണ്ട്. പിന്നെ പെയ്ഡ് പ്രൊമോഷനായിട്ടും ചെയ്യുന്നതല്ലല്ലോ, അതുകൊണ്ട് ഞാൻ നല്ല പച്ചയായിട്ടുള്ള രീതിയിൽ പറയാം. ഞാനിവിടെ 2 തന്നെ കൊടുക്കുന്നു, നമ്മൾ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, അയ്യോ ഗൈസ്, നമ്മളതിനകത്തൊന്ന് എക്സിറ്റ് ആവട്ടെ. കാരണം ഞാൻ RR1 ആണ് സ്കാൻ ചെയ്യുന്നത്. നമുക്ക് സ്കാൻ ചെയ്യേണ്ടത് RR2 ആണ്. കോളം 2 വരുന്നു. ഓക്കെ, റോയും കോളം നമ്മൾ അടിച്ചു. ആൻഡ് എൻ്റെ എലമെൻറ്റ്സ് 1 2 3 4 ഉണ്ടോ? ഇപ്പോൾ പ്രിൻ്റ് ആയില്ലേ? 1 2 പിന്നെ അടുത്തായി 3 4. ഇതിനിടയ്ക്ക് സ്പേസ് വേണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ ആഡ് എ ടാബ് ആൻഡ് ക്ലിയർ ചെയ്യുക, റീകമ്പൈൽ ചെയ്യുക, റീറൺ ചെയ്യുക. ആൻഡ് 23 അടിച്ചു പോയി. സാധിക്കും. ഇങ്ങനെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, 1 മണിക്കൂറോളം ആയി വീഡിയോ. എനിക്കറിയാം കുറച്ച് ലോങ് ആണ്, മനസ്സിലാക്കാൻ പാടാണ്. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോസ് പോയി കാണുക, വേറെ ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്യുക, എങ്ങനെയൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങളൊന്ന് റെഡിയാക്കി ആയിട്ട് വരിക. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് ഹോംവർക്ക്സ് തരാം. ഓക്കെ, ഹോംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് സെക്ഷനിൽ കൊണ്ട് കമൻറ്റ് ഇട്ടൊക്കെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യട്ടെ, q.txt. ഓക്കെ, അത് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇങ്ങനെ തന്നെ 2 ഡയമെൻഷണൽ ആയാലോ ഇപ്പം തന്നെ. നമുക്ക് ആദ്യം തൊട്ടേക്ക് ആദ്യമേ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാം എഴുതുക. പിന്നെ പാലിൻഡ്രോമിൻ്റെ ഒരെണ്ണം എഴുതുക. പിന്നെ ഇതൊക്കെ തപ്പി ഫസ്റ്റ് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. പിന്നെ മാക്സിമം എനിക്കറിയാം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ChatGPT നോക്കത്തുള്ളൂ എന്ന്, അതുകൊണ്ട് തന്നെ അത് ചെയ്ത് നോക്കിയിട്ട് പഠിക്കുക. അതിപ്പം പഠിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. പിന്നെ വേണ്ടത് ഫിബൊനാച്ചി സീരീസ് വേണം ചെയ്ത് നോക്കുക. ഞാൻ ആരെയും പ്രഷർ ചെയ്യുന്നില്ല എൻ്റെ വീഡിയോ കാണണമെന്ന്.
അങ്ങനൊന്നും ഞാൻ പ്രഷർ ചെയ്യുന്നില്ല. കാരണം സ്വന്തമായിട്ട് നിങ്ങളൊന്ന് പഠിക്കുക. ഓക്കെ, ലോകത്ത് ആരും ഇല്ല ഒന്നും പഠിപ്പിക്കാനായിട്ട്. ഞാനാണെങ്കിലും എല്ലാം എൻ്റെ ഇഷ്ടത്തിന് പലയിടത്തു നിന്ന് റിസോഴ്സസ് തപ്പിയിട്ട് എടുത്ത് പഠിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ബേസിക്സ് മാത്രമേ പറഞ്ഞിരുന്നത്. കാരണം കോറായിട്ട് പറഞ്ഞു തരാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു കോറിലോട്ട് ചിലപ്പോൾ ഒരു ട്രസ്റ്റ് ഇല്ല. ഞാനിത് നല്ലപോലെ തന്നെ പറഞ്ഞു കൊടുക്കും. കാരണം ബബ്ബ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ബേസിക്സ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് ക്ലിയർ ആയിട്ടുള്ളവർക്ക് മാത്രം കോറിലോട്ട് പോകാനുള്ള രീതിയിൽ. ഫാക്ടോറിയൽ ഇരിക്കുന്നു, പാലൻഡ്രോമ, പിന്നെ ഒരു ലൂപ്പ് വെച്ചിട്ട് ഈ സ്റ്റാർ ഇങ്ങനെ ഡിക്രീസ് ആയി വരുന്നത്. ഇത് പോലെയല്ല, പിരമിഡലായിട്ട് പറഞ്ഞ് താട്ടാണ് ഉദ്ദേശിക്കുന്നത്. നേരെ അടിക്കുന്നതേ ഉള്ളൂ. 2 വര മതി, 1 വര. ഓക്കെ, 2 വര ചെന്നിട്ട് വേണ്ട, 3 വര ചെന്നിട്ട് 1 പോകണം. ഓക്കെ, 2 പറയുന്നത് വേണ്ട. ആദ്യമേ 5, പിന്നെ 4, പിന്നെ 3, പിന്നെ 1. അതായത് ഇവിടെ കണ്ടിന്യൂ യൂസ് ചെയ്യും. ഓക്കെ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എത്തുമ്പോൾ കണ്ടിന്യൂ യൂസ് ചെയ്യും. പിന്നെ നമുക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നു അതിൻ്റെ ഐഡിയ. പിന്നെ അറേ വെച്ചിട്ട് പറഞ്ഞണം. അറേ വെച്ചിട്ട് ഞാനിപ്പോൾ എന്താ പറയുക, അറേ വെച്ചിട്ട് 2 ഡയമെൻഷണൽ അറേ വെച്ചിട്ട് ഈവൻ നമ്പേഴ്സ് മാത്രം മെട്രിക്സ് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷനും കൂടെ ഒന്ന് ചെയ്യുക. 4 ക്വസ്റ്റ്യൻ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ 4 പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഷുവർലി പറയാൻ പറ്റും നിങ്ങളിത് പഠിച്ചിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പം സ്വന്തമായിട്ട് ഓക്കെ, ചുമ്മാ ഗൂഗിളിൽ പോയിട്ട് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് എടുത്തുകൊണ്ട് വരുമോ, ഈ ജെമിനി വെച്ചിട്ട് ഗൂഗിൾ ലെൻസ് വെച്ചിട്ട് സ്കാൻ ചെയ്ത് നോക്കുകയൊന്നും ചെയ്യരുത്. അവനവൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പം നമുക്ക് ഇനിയുള്ളത് സ്ട്രക്ചറും കൂടെ ഉള്ളൂ. സ്ട്രക്ചറും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഓൾമോസ്റ്റ് ഫുള്ള് കവറപ്പായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് C++ ചെയ്യാം. അപ്പം നാളെ കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെയും കൂടെ റെക്കോർഡ് തീർക്കും. എന്നിട്ട് CPPയിലോട്ട് ഇപ്പം ഒരു 2-3 ദിവസം, അതായത് ഞാനിപ്പോൾ ഒരു ദിവസം ഗ്യാപ്പിട്ടിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് അടുത്ത സീരീസിലോട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു 3-4 ദിവസത്തെ ഒരു ഗ്യാപ്പ് വിടാം. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകാം. കാരണം എനിക്ക് എന്തായാലും ഒരു 4-5-6 മാസം സസ്റ്റെയിനായിട്ട് നിൽക്കേണ്ടതായിട്ട് വരും. അപ്പം കണ്ടന്റ് ഇല്ലാതായിപ്പോയി കഴിഞ്ഞാൽ അതൊരു എന്നെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നുണ്ട്. അപ്പം ഏകദേശം 1 മണിക്കൂർ ആവാൻ തുടങ്ങി. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്തേക്കാം. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ ആദ്യമേ കുറേ ഡേറ്റ ടൈപ്പ് പഠിച്ചു, പിന്നെ ഹലോ ആയിട്ട് ബേസിക് പഠിച്ചു, പിന്നെ ഓപ്പറേറ്റേഴ്സ് പറയണം പഠിച്ചു, പിന്നെ നമ്മൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ പഠിച്ചു, പിന്നെ നമ്മൾ ലൂപ്പ് പഠിച്ചു, ആൻഡ് ഫൈനലി നമ്മൾ അറേ. അതായത് മോസ്റ്റ് പാടായിട്ടുള്ളൊരു സെക്ഷനും കഴിഞ്ഞു. ബേസിക്സിലും പാടായിട്ടുള്ള കഴിഞ്ഞു. ഇനിയും സ്ട്രക്ചർ എനിക്ക് തോന്നുന്നു എനിക്ക് 20 മിനിറ്റ് മതി സ്ട്രക്ചർ എടുത്ത് തീർക്കാൻ. 20 മിനിറ്റിൻ്റെ ഒരു വീഡിയോ കൊണ്ട് നമുക്ക് ഏകദേശം കഴിയും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെന്നുള്ള അയച്ചു കൊടുക്കുക, എല്ലാം ചെയ്യുക. പരിപാടിയൊക്കെ സെറ്റാക്കുക. ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്കറിയാലോ. പിന്നെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാലും ചെയ്യണമെന്നില്ല ചിലർ. അപ്പം അത് നിങ്ങൾക്ക് ഫുള്ളി ഞാനത് കയ്യിലോട്ട് തന്നേക്കും. ഓക്കെ, അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നിടം വരെ ബൈ.